അങ്ങനെ നൈനൂസ് കാരണം ഞങ്ങൾക്ക് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലും കയറാനൊരു ഭാഗ്യം കിട്ടും. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഇഫ്താർ വിരുന്നിൻ്റെ പെരുന്നാളിൻ്റെ ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ഒരു നല്ലൊരു ലീഡ് റോൾ ചെയ്യുന്നത് നമ്മുടെ നൈനൂസാണ്. അപ്പോൾ രാവിലെ എത്തി തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടെയുള്ള ഇന്റേണൽ പ്ലേ ഏരിയയിലേക്കാണ്. ഫസ്റ്റ് ഷൂട്ട് വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നൈനൂസ് കൂടാതെ 3 കുട്ടികൾ കൂടിയുണ്ട്. കുട്ടികളുമായിട്ട് നല്ല ചിരിച്ച് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്ന സീനുകളാണ് ആദ്യം എടുക്കുന്നത്. കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അധികം പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും തകർത്ത് എൻജോയ് ചെയ്യാം. പിന്നെ നൈനൂസിൽ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് ആണ്, ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നൈനൂസിന് വിശന്നപ്പോൾ അവർ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു, പിന്നെയും വീണ്ടും കളി. എല്ലാവരുടെയും അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈനൂസിന് പെയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു സംഭവം വേണ്ട. അപ്പോഴേക്കും അച്ഛനും അമ്മയും എത്തി, അതായത് നമ്മുടെ ആക്ടിങ് ചെയ്യാനുള്ള അച്ഛനും അമ്മയും എത്തി നൈനൂസിനെ കൂട്ടിയിട്ട് കൊണ്ടുപോയി. ഏഷ്യാനെറ്റിലെ 10:30 മാറ്റം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഷൂട്ടിലും കണ്ടതാണ് നൈനൂസ് അമ്മയുമായിട്ട്, ആ ആക്ട് ചെയ്യാൻ വന്ന അമ്മയുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്. ചെറിയൊരു വിശപ്പൊക്കെ വന്ന് നമ്മൾ ടയേർഡ് ആകുമ്പോഴേക്കും നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി. അപ്പം നമ്മുടെ 5 സ്റ്റാർ മലബാർ ഹോട്ടലിലേക്ക് പോവാണ്. മലബാർ ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടി ഗൈസ്, എന്തൊക്കെ വിഭവങ്ങളാണെന്ന് അറിയാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. എല്ലാം നല്ല യമ്മി ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ റെസ്റ്റാണ്. നമ്മുടെ ലോബിയിൽ വന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും റെസ്റ്റ് ചെയ്തു. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അടുത്ത ഷൂട്ട് തുടങ്ങി. അച്ഛനും അമ്മയും നൈനൂസും തമ്മിലുള്ള രംഗങ്ങളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്ന സ്ഥലത്തുനിന്ന് മനസ്സോടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകുന്ന നൈനൂസിനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഇഫ്താർ വിരുന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ള സ്ഥലത്താണ്. എൻ്റെ പൊന്നോ, അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഫുഡ് വിഭവങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടു, ഞങ്ങൾ ഞെട്ടി. ഇവിടെ കൊച്ചിയിലധികം കാണാതെ എന്നാൽ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഐറ്റംസൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നതിലിടക്ക് പിടിച്ചു കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നൈനൂസിന് ഫുഡിനോടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു തീമാണ് ഇതിൽ വരുന്നത്. അതിലിടക്ക് നൈനൂസിൻ്റെ ഫ്രണ്ട്സുമാരെയൊക്കെ വീണ്ടും കാണുന്നു, അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി ഇഫ്താർ വിരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം മൊത്തത്തിൻ്റെ തീം വരുന്നത്. അതിലിടക്ക് കോമഡി എന്താണെന്ന് വെച്ചാൽ നൈനൂസിൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള കുറേ ചെറിയൊക്കെ അവിടെ കണ്ടു. പിന്നെ നൈനൂസിന് ഒന്നും തോന്നിയില്ല, നൈനൂസ് അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ അവരെ നൈനൂസിന് കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കുറേ ചെറിയൊക്കെ കൊണ്ടു കൊടുത്തു. അങ്ങനെ രാവിലെ ഞങ്ങൾ എത്തി. ഇപ്പോൾ ഏകദേശം സന്ധ്യയായി ഗൈസ്. അപ്പോൾ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. അങ്ങനെ ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയി പോയി. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൈനൂസിനെയും കൂട്ടി താഴെ പോയി. താഴെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല നൈനൂസ് തകർത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അവിടെ കളിച്ചിട്ട് ഫുൾ ടയേർഡായിട്ടും ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കല്ല ഗൈസ്, അനോമി സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സിനിമ ഭ്രാന്തന്മാരായി ഞങ്ങൾ നല്ലൊരു സിനിമയും കണ്ടാണ് തിരിച്ചു മടങ്ങി.